എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക്ക് മില്ലറ്റിനെ പറ്റിയാണ് കേട്ടോ. മില്ലറ്റ് എന്ന് പറയുമ്പോൾ റാഗി, ആദ്യമേ പറയാം, കൂവരക്. നിങ്ങളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ളതും കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലെ കൊടുത്തു തുടങ്ങുന്നതാണ് റാഗി എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ ഏതൊക്കെ മില്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ബാജ്ര, ജോവർ, കോഡോ, ഫോക്സെയിൽ, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മില്ലറ്റ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, ഏത് ടൈമിൽ യൂസ് ചെയ്യണം, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോർമൽ നമ്മുടെ ഒരു സൗത്ത് എടുക്കുവാണെങ്കിൽ, നമ്മളിവിടുത്തെ ഒരു കേരളീയ ഭക്ഷണം പറയുവാണെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൈസും വീറ്റും മാത്രമാണ്. അരി ഗോതമ്പാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നോർമലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ദാൽ വർഗ്ഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇഡ്ഡലി, ദോശയൊക്കെ മേയ്ക്കാനായിട്ട് നമ്മൾ അരി ഉഴുന്ന് കോമ്പിനേഷൻ ആണല്ലോ എടുക്കുന്നത്. ഈ ഒരു ബാറ്ററിലൊക്കെ നമുക്ക് ചെറിയ ചേഞ്ചസ് വരുത്താനായിട്ട് ഈ മില്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ലോസിനായിക്കോട്ടെ, ഡയബറ്റീസിനായിക്കോട്ടെ, നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനായിക്കോട്ടെ, അല്ല HB ഒക്കെ കുറഞ്ഞ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ആർക്കായാലും മില്ലറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മില്ലറ്റ് യൂസ് ചെയ്യണം. കാര്യം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണല്ലോ, റീസെൻ്റ് ആയിട്ടില്ല, കുറച്ച് കാലം കൊണ്ടാണ് നമുക്ക് ഓട്സ് നമ്മുടെ ഒരു ഫുഡിൽ അതൊരു ഫുഡായിട്ട് നമുക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഓട്സ് ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അതിനേക്കാളും ബെറ്ററാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. പലർക്കും ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിയില്ല, അല്ലെങ്കിൽ അറിയാമെങ്കിൽ തന്നെ മില്ലറ്റ് മേടിച്ച് വെക്കും. ഒരുപാട് പേര് ഫസ്റ്റ് കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മില്ലറ്റ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ ആ മില്ലറ്റ്സ് മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഏത് ഫോമിൽ എടുക്കണമെന്ന് വലിയ ധാരണയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. നമുക്കിപ്പോൾ നോർത്ത് ഇന്ത്യയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മില്ലറ്റ് തന്നെ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട്, നമുക്ക് ക്യൂവിനെയൊക്കെ നമ്മൾ ബോയിൽ ചെയ്യില്ല, അല്ലെങ്കിൽ റൈസ് ബോയിൽ ചെയ്യില്ല, അതുപോലെ ഒരു ബോയിൽഡ് ഫുഡായിട്ട് അവർ ഹോളായിട്ട് തന്നെ എടുക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഒരു റെസിപ്പിയിൽ ചേർക്കുവാണെങ്കിൽ ഇതിനെ മൊത്തത്തിലൊന്ന് പൊടിച്ചങ്ങ് വയ്ക്കുക. ഈസി റെസിപ്പിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പൊടിച്ച് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി, ദോശ പോലെയൊക്കെ മേക്ക് ചെയ്യാം. പക്ഷേ ടേസ്റ്റ് വ്യത്യാസം വരും, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഇഡ്ഡലി, ദോശ ബാറ്ററിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മില്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് എന്ന് വെച്ച് റാഗി മാത്രം വെച്ച് പുട്ടുണ്ടാക്കി കഴിക്കുക, റാഗി മാത്രം വെച്ച് ദോശ ഉണ്ടാക്കി കഴിക്കുക, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റാഗി എന്ന് പറയുന്നത് അരിയേക്കാളും കാർബോഹൈഡ്രേറ്റും സ്റ്റാർച്ചും കൂടിയ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് റാഗി നല്ലതെന്ന് പറയുന്നത് പറഞ്ഞു തരാം. റാഗി എന്ന് പറയുന്നത് അരിയേക്കാളും കാൽഷ്യം കൂടുതലാണ്, ഫൈബറും കൂടുതലാണ്. അതുകൊണ്ടാണ് അരിയേക്കാളും ഡയബറ്റീസിനായാലും വെയിറ്റ് ലോസിനായാലും ഒക്കെ നമ്മൾ റാഗി എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റാഗി മാത്രം എടുക്കണമെന്നല്ല അത് മീൻ ചെയ്യുന്നത്. റാഗിയുടെ കൂടെ നിങ്ങൾക്ക് റൈസ് ഫ്ലോർ മിക്സ് ചെയ്യാം, റാഗിയുടെ കൂടെ നിങ്ങൾക്ക് വീറ്റ് ഫ്ലോർ മിക്സ് ചെയ്യാം, ഈവൻ കോൺഫ്ലോർ വരെ മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല. ചിലർ ചോദിക്കുക, അത് മാത്രം വെച്ച് ടിഫിനൊക്കെ ചെയ്ത് കഴിച്ചാൽ പ്രശ്നമുണ്ടെന്ന്. ഓഫ് കോഴ്സ് അത് മാത്രം വെച്ച് നിങ്ങൾ റെഗുലറായിട്ട് നൈറ്റ് ഇപ്പോൾ അങ്ങനെ ടിഫിൻ പോലെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് എഫക്റ്റീവ് ആവില്ല. നമുക്ക് മൾട്ടിഗ്രെയിൻ ആയിട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് റാഗിയോ അല്ലെങ്കിൽ ബാജ്രയോ ജോവറോ ഏതെങ്കിലും ഒരു മില്ലറ്റ് ചേർത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മില്ലറ്റ് ഉറപ്പായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. വെയിറ്റ് ലോസ് ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് മാത്രം സെപ്പറേറ്റ് ടിഫിൻ ചെയ്ത് കഴിക്കണമല്ലോ എന്ന് വിചാരിക്കേണ്ട. ഹോൾ ഫാമിലിക്ക് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. സീനിയർ സിറ്റിസൺസ് ആയാലും കുഞ്ഞുമക്കൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ എടുക്കാൻ പറ്റുന്നതാണ് മില്ലറ്റ് കേട്ടോ. ഒരുപാട് ന്യൂട്രിയൻസ് മീറ്റ് ആവും. സോ ഇതിൽ നിങ്ങൾക്ക് ഇനി ഓരോ മില്ലറ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം, അതിൻ്റെ ഓരോ റെസിപ്പീസും എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടാണ് ഒരു മില്ലറ്റിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻസും അടുത്ത വേണ്ട ടോപ്പിക്കും കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.